അന്നമനട ഗ്രാമപഞ്ചായത്ത് കസോക്കു കരാട്ടെ സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇന്നത്തെ സമൂഹം ആവശ്യപ്പെടുന്ന സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ അമിതമായ ഉപയോഗത്തിനും വർധനവിനുമെതിരെ കസോക്കു കരാട്ടെ സ്കൂളും അന്നമനട ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ലഹരി വിരുദ്ധ റാലിയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രദർശനവുമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ യുവസമൂഹവും വിദ്യാർത്ഥി സമൂഹവും ലഹരിയുടെ പിന്നിലേക്ക് പോകുമ്പോൾ അത് കഞ്ചാവിൻ്റെയും സിന്തറ്റിക് ലഹരികളുടെയും രൂപത്തിൽ അതിനെ പുറകെ പോകുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം ഇന്ന് കഴിഞ്ഞ അധ്യയന വർഷത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരം 1500-ലധികം വരുന്ന സ്കൂളുകളിലേക്ക് ലഹരി മാഫിയ അവരുടെ ചങ്ങല വിരിച്ചുകൊണ്ട് വല വിരിച്ചുകൊണ്ട് യുവാക്കളെയും വിദ്യാർത്ഥികളെയും അടിമപ്പെടുത്തുന്ന രീതിയിലേക്ക്. കസോക്കി കരാട്ടേക്കായി ഡയറക്ടർ സെൻസായ് പി.ടി. ബെന്നി, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം കമ്മിറ്റി ചെയർമാൻ ടി.കെ. സതീശൻ, പഞ്ചായത്ത് അംഗം ജോബിൻ ശിവൻ, കരാട്ടെ അക്കാദമി പ്രസിഡന്റ് അഖിൽ നാസിം, സെക്രട്ടറി ആൻജോ കെ ജോൺ എന്നിവർ സംസാരിച്ചു.